നിർദ്ദേശങ്ങൾ നൽകി തന്ന എല്ലാ കർത്തൃദാസൻ തോമസ് എബ്രഹാം പാസ്റ്റർ കുടുംബവും എന്നല്ലോ എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്തു. ഇവിടെ നമ്മുടെ നിരയിൽ അനേക ദൈവദാസന്മാർ ഉള്ളവരാണ്. പലരും യാത്രയിലൊക്കെയാണല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു 12-13 ഫാമിലീസ് നമ്മുടെ ഇടയിൽ നിന്ന് ക്രൂസിനായി നാട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് അവരെല്ലാം കൂടെ വന്നിരുന്ന് നമുക്കിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അടുത്ത ആഴ്ചകളിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും പലരെയും ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ആദ്യമായി നമ്മുടെ പ്രിയ പൈതൽ ബെന്നും അമ്മ ഷാരോനും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരെ ഓർത്ത് ഒരിക്കൽ കൂടെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ അവരെ കരം പഠിച്ചൊന്ന് വന്ദനം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വാദമുള്ള ബന്ധത്തിൽ ഇരുപക്ഷത്തു നിന്നും കടന്നു വന്ന അതിഥികളായിട്ടുള്ള എല്ലാവരെയും അമ്മേൻ പേരെടുത്ത് പറയുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പാസ്റ്റർ ബി എല്ലാവരെയും വെൽക്കം ചെയ്തല്ലോ. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഞാൻ വളരെ സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ സ്നാനപ്പെടുത്തി ഞങ്ങളുടെ പൈതങ്ങൾ അമ്മേ പ്രിയ സ്റ്റിഫോൺ ആൻഡ് സ്റ്റിഫേന, ഇഫ് യു ക്യാൻ സ്റ്റാൻഡ് ഫോർ എ മിനിറ്റ്, ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഉണ്ടോ? ഇവിടെ ഉണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വന്നില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബമായി പ്രിയ ഷൈനും ഫേബയും അതേ സഹോദരങ്ങളൊക്കെ ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം അവസരം ലഭിക്കുമ്പോഴൊക്കെ അവരിവിടെ നമ്മളുടെ ആരാധിപ്പിന് ആഗ്രഹിക്കുന്നതാണല്ലോ. ദൈവരെ സഹായിക്കട്ടെ. ഞാനൊരു കാര്യം വിശേഷിച്ച് ദൈവസഭയുടെ ആത്മീയ വിടുതലിനായും സന്തോഷത്തിനായും സ്തോത്രം ചെയ്യാൻ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് ഓർപ്പിക്കുന്നത്, a few minutes back then we were praying together, holding our hands together. അല്ലേ? എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങളറിയാത്ത ഒത്തിരി അത്ഭുതങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നു എന്ന് എനിക്കറിയാനായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ഫാമിലി ഞാൻ വിസിറ്റ് ചെയ്തപ്പം ഒരു അത്ഭുത സാക്ഷി നിങ്ങളുടെ ഉറപ്പിനായിട്ട് ഞാൻ ആ കാര്യം ഓർപ്പിക്കുകയാണ്. So one of the things that we do regularly on a Sunday is hold our hands and intercede for each other. Yes. And to encourage you, let me share a testimony that the family related to me a few days ago. അവർക്ക് നാട്ടിലൊരു വീടുണ്ടെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവർക്ക് വഴിയില്ലായിരുന്നു. So that particular family, they have a house in Kerala, but there was no path cut to enter their house. അമ്മച്ചി പ്രായം ചെന്ന അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ബോഡി കൊണ്ടുപോകാൻ എനിക്കൊരു വഴിയില്ലല്ലോ എന്ന് താൻ ഭാരപ്പെട്ടു. And that Amachi, she is an old Amachi, and she had this desire that then when God would call her, there would be a path that they can take her body out of the house. നമ്മൾ ഒരു ഞായറാഴ്ച ചില ദിവസങ്ങൾക്ക് മുമ്പേ കൈ കോർത്ത് പ്രാർത്ഥിച്ചു. നിയമത്തിന് വിരുദ്ധമായി കഷ്ടം നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സൗഖ്യതയുണ്ടാകുമോ എന്നുള്ള വാക്യം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചു. And a few days back, we held our hands together and we prayed against any power that is standing against the people of God in an unlawful manner. വഴി തടഞ്ഞത് അവരുടെ സ്വന്തക്കാർ തന്നെയാണ്. പക്ഷെങ്കിൽ അമ്മച്ചിക്ക് ആഗ്രഹം, ഞാൻ മരിക്കുമ്പം എനിക്ക് എൻ്റെ ബോഡി കൊണ്ടുപോകാൻ ഇടമില്ല. And it was her own relative that would block her path, and Yes. her prayer was the path would be cut out for her body to be taken. അതിൻ്റെ 2 ദിവസം മുമ്പ്, ചില ദിവസങ്ങൾക്ക് മുമ്പേ സ്ഥലത്തിൻ്റെ റീസർവേ നടന്നു. And a few days back, there was a resurvey that took place of the land. ഇന്ന് നമ്മൾ കൈ കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ആ റീസർവേയിൽ വന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾക്ക് വീടിനോട് കിടക്കുന്ന 4 സെൻറ്റ് സ്ഥലം നിങ്ങൾക്കുള്ളതാണ്. And when the resurvey was done, and as we were praying for her, the officer who came to conduct that survey told that the 4 cents of land that is adjacent to your land also belongs to you. നമ്മളുടെ കൈ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹോദരന് ടെസ്റ്റ് വന്നു, 4 സെന്റ് സ്ഥലം നിങ്ങൾ ഫ്രീ ആയി തന്നിരിക്കുന്നു. As we joined our hands, there was a message that was relayed, which is 4 cents of land also now belongs to you. രാവിലെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. Praise God. Or God does the impossible. ദൈവസഭയ്ക്ക് നൽകിയ അധികാരം എന്നുള്ളത് ചിലനെ അഴിക്കാനും ചിലനെ കെട്ടുവാനുമുള്ളതാണ്. സ്തോത്രം. God has given the church the authority to bind and to release. അതുകൊണ്ട് കരം കോർത്ത് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗം നൽകുമ്പോൾ ആര് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമോ അവരുടെ വിഷയത്തിൽ വിടുതൽ സംഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. So when the Holy Spirit prompts us to hold our hands and pray, if we pray and believe, we will see the work of the Lord. ആമേൻ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of us believe that there is power in prayer?
കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ അത്ഭുതമായി നടത്തിയ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I want to thank God for the great way in which God has led all of us in the past. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ പ്രിയ സ്റ്റാൻലിയുടെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നമ്മോട് സംസാരിച്ചു. Last Sunday, the Holy Spirit spoke very powerfully through our brother Stanley. ആമേൻ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷിയെ എഴുന്നേൽപ്പിക്കുന്ന വചനമുണ്ട്. ആത്മാവ് പൈതൽ സംസാരിച്ചിട്ട് പരിശുദ്ധാത്മാവിന് ഇന്നത്തേക്കുള്ള സന്ദേശം ദൈവം എനിക്ക് തന്നു. Praise the Lord. We talk about how one testimony invokes another testimony, but in a similar way, as man of God was speaking through the word, Holy Spirit inspired me for another message for this Sunday. ഒരു കാര്യം ദൈവസഭയോട് എനിക്ക് ഓർപ്പിക്കാൻ കഴിയുന്ന ദീർഘവർഷത്തെ ശുശ്രൂഷയുടെ പാരമ്പര്യത്തിൽ ഞാൻ പറയട്ടെ. കർത്തൃദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളായി പ്രാർത്ഥിച്ച് ഒരുക്കിക്കൊണ്ടിരുന്ന വചനം ഒരിക്കലും വ്രതമാക്കി കളയാതെ അതിനെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കും. As hearers of God's word and as someone who has been preaching from God's word for a long time, let me remind you, men of God sit in the presence of God and take a lot of pain to prepare these word and sermons for you. And I believe that as you receive the word of God, it will work in you for your deliverance. സാമാന്യമായി പറഞ്ഞ ജനങ്ങൾ ആലയത്തിലേക്ക് വരുന്നു, ആരാധന കഴിഞ്ഞ് മടങ്ങുന്നു എന്നതിനേക്കാൾ വ്യത്യസ്തമാണ് ദൈവദാസന്മാർ വരുമ്പോൾ നിങ്ങളെല്ലാവരും വരുന്ന പോലെയല്ല. മണിക്കൂറുകൾ ദൈവസ്ഥലിൽ നിന്ന് പ്രാർത്ഥിച്ചേറ്റെടുക്കുന്ന മെസ്സേജുമായി നിങ്ങൾ അത് വലിയ നിധിയോടെ ലഭിച്ചവരായി മടങ്ങിപ്പോനിടയാകണം. More than the mere usual and coming and going from the service, I pray that as men of God stand and speak from God's word, that you would receive God's word and be ones who richly take that God's word with you and you go back. എന്ന ഒരു കാര്യം പറയാം. സാത്താന്യ ശക്തികൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വീഴുന്ന വചനങ്ങളെ അതിൻ്റെ നിലയിൽ ഫലം കായ്ക്കാൻ കഴിയാതെ വേണം ഈ ആലയം വിട്ടുപോകുന്ന എടുത്തു കളയുന്ന ഒരു മഹാവ്യാപാരമുണ്ട്. And there is also this power of the enemy and the work of the enemy that tries to take away the seeds that have been fallen into our heart, the word of God, even before we leave the premises of the church. അങ്ങനെയായാൽ നിങ്ങൾ നഷ്ടത്തിലാണ് നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നത്. Let me tell you, if that is the case, our life will be ending in great loss. ഇന്നലെ നമുക്ക് വളരെ മനോഹരമായ ഒരു പിക്നിക്ക് തന്നു. ഇഷ്ടം പോലെ ആഹാരം കഴിച്ച് ക്ഷീണിച്ച് കിടന്നവരാ നിങ്ങൾ. And God, by the grace of God, we had a beautiful and enjoyable picnic yesterday. We ate a lot and also we went to bed a little tired. ഇന്ന് മാത്രം ഫുഡ് അധികം വന്നല്ലേ? And we had plenty of food remaining. പൊട്ടക്കണക്കിന് ഫുഡുമായിട്ട് ഇന്നലെ തിരിച്ച് ആൾക്കാർ പോയത്. And many people left with a lot of food. കരമടിച്ച് ഫുഡ് കൊണ്ടുവന്നവരെ ഒന്ന് അഭിനന്ദിച്ച് വന്ദനം ചെയ്യാമോ? Can we just recognize those who took pain to prepare food for us by clapping our hands? ഈ ആരാധന കഴിയുമ്പോൾ നമ്മുടെ പ്രിയ ജേക്കബ് ബ്രദറും കുടുംബമായും നമ്മുടെ പ്രിയ രൂപസ് ബ്രദറും കുടുംബമായും നമ്മളെ മാനിച്ച് മനോഹരമായ ഫുഡ് ഇതിന് ശേഷം ഒരുക്കി വെച്ചിട്ടുണ്ട്. After this prayer session, Jacob uncle and family and Rufus uncle and family have prepared food for all of us. അവരെ ഒന്ന് വന്ദനം ചെയ്ത് കരമടിക്കാമോ? And can we clap our hands and recognize them as well? നന്ദി നമുക്ക് അവർക്ക് വേണ്ടി നന്ദിയുള്ളവരായി നമ്മൾ മാറേണ്ടവരാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. We need to be grateful for our families. എന്നാൽ ഒരു കാര്യം പറയാം, ഇതെല്ലാം നശിച്ചു പോകുന്ന ആഹാരമാണ്. But let me tell you, all this food would perish. ഈ ലോകത്തിന്റെ വെള്ളം കുടിക്കുന്നവനെ പിന്നെയും ദാഹിക്കും. Whoever drinks of this world would be thirsty again. എന്നാൽ ഇനി അല്പ നിമിഷങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്ന വചനം നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഉറവയാണ്. But for the rest of the time we are here, you are going to hear about the word of God that would always satisfy us. കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. And whoever drinks of it would never be thirsty. ഇവിടെ പാടിയ പാട്ടുകളൊക്കെ എന്നെ വളരെ സന്തോഷിപ്പിച്ച പാട്ടുകളാണ്. സ്തോത്രം. And I praise God for the songs that were sung here. ഈ മണ്ണോട് ഈ ശരീരം മാറിപ്പോയാലും സ്തോത്രം നമ്മെ കൈവിടുകയില്ല. നമുക്ക് വേണ്ടി ഒരുക്കുന്ന വിൺശരീരത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ ഇടയായി തീരണം. And even though our body goes one with the ground, there is the power of resurrection that is awaiting us, that would resurrect our lowly bodies from the ground. അതാണ് ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശ എന്നുള്ളത്. സ്തോത്രം. And it is that great hope that engulfs us this morning. പരിശുദ്ധാത്മാവ് നമ്മോട് പ്രിയ സ്റ്റാൻലിയോട് സംസാരിച്ച ദൂതന്റെ വേറൊരു വശത്തിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And this morning I want to continue on a tangent on that message that Stanley gave us last week. ആമേൻ. ഇന്ന് നിങ്ങൾ വിശേഷാൽ ചിന്തിക്കണം, ഇത് പെന്തക്കോസ്റ്റ് ഡേ ആണ്. പെന്തക്കോസ്റ്റിന്റെ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് ആകട്ടോ.
We want to recognize that today is the day of Pentecost. ബന്ധക്കോസുകാർക്ക് ബന്ധക്കോസ് ദിവസം എന്താന്ന് പോലും പറയുന്നില്ല. And we are Pentecostals, but we don't know the day of Pentecost. അറിയാമല്ലോ എന്തോ ബന്ധക്കോസിന്റെ ശക്തി എന്നറിയാമോ? Do you know what the power of Pentecost is? എങ്ങനെയായിരുന്നു 10 ദിവസം കൂടി എന്നുവെച്ച് അവര് ക്ഷീണിച്ചവരായി ഉറങ്ങിയവരായി എഴുന്നേറ്റ് പോയെന്നല്ല വായിക്കുന്നത്, ശക്തി ലഭിച്ചവരായി പോയെന്ന വായിക്കുന്നത്. We don't read that they gathered together, they were tired and went about sleepy. No, they gathered together and were empowered and moved in the power of the Holy 2000 Spirit. വർഷം മുമ്പ് മാളിക മുറിക്കകത്ത് വെളിപ്പെട്ട ദൈവശക്തി ഇന്ന് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. I completely believe that the power that descended into that room 2000 years ago Amen. is among us and actively working in ഒരു us. മനസ്സോടെ ഏകഹൃദയത്തോടെ എവിടെയെല്ലാം ജനം കൂടി വരുമോ അവരുടെ മേൽ വ്യാപരിക്കുന്നത് മാനുഷിക ശക്തിയല്ല, അപ്പുറത്താ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമാണ്. സ്തോത്രം. Wherever people of God gather in the name of the Lord, the power that works in them is not a weak power, but the power of the divine. ആമേൻ. യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു. The ark of the Lord was captured. ഫെലിസ്ത്യർ ആ പെട്ടകത്തെ മടക്കി അയക്കാൻ ആഗ്രഹിക്കുകയാണ്. And the Philistines want to send back the ark. ആമേൻ. കറവുള്ള 2 പശുക്കളെ കെട്ടി ഈ പെട്ടകം അതിൽ വെച്ച് ഇതിനെ മുന്നോട്ട് അയക്കുകയാണ്. And they want to send it via a carriage that was driven by milking cows. ആമേൻ. ആ പെട്ടകം നേരെ പോയത് വേറെ എങ്ങോട്ടുമല്ല, ആമേൻ, ബേത്ശേമിലേക്ക് ചെന്ന് അവിടെ ആ ജനത്തിന്റെ ഇടയിലേക്ക് ഈ പെട്ടകം വന്നു ചേരുകയാണ്. And the ark did not go anywhere but came to the right place, to the people of God. അവിടെ വായിക്കുന്നത് ആ പെട്ടകം വലത്തോട്ടോ ഇടത്തോട്ടോ പോകാതെ ബേത്ശേമിലേക്ക് ഈ പെട്ടകം പോവുകയാണ്. The ark and the carriage did not go left or right but went straight to Beth-Shemesh. ആമേൻ. ആ വാക്ക് ശ്രദ്ധിക്കണം. ആ പെട്ടകം വലത്തോട്ടോ ഇടത്തോട്ടോ പോകാതെ ആമേൻ സ്വന്തം ജനത്തിന് ഇടയിലേക്ക് ചെല്ലുകയാണ്. സ്തോത്രം. And we need to read that a little carefully, that the ark did not turn right or left but went straight to the people of God. ആമേൻ. പെട്ടകം കണ്ടപ്പോഴത്തേക്കിന് ജനത്തിന് ഭയങ്കര സന്തോഷമായി. And when the people saw the ark of the Lord, they were overjoyed. ഇന്ന് രാവിലെ ശ്രദ്ധിക്കണമേ, നഷ്ടപ്പെട്ടു പോയ നന്മകൾ നിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ സന്തോഷിക്കുന്ന ദൈവമക്കളായി നിങ്ങൾ മാറണം. പ്രൈസ് ദി ലോർഡ്. This is the desire of God, that we will find that joy in the Lord when God will return that which has been lost. അവർ വയലിൽ കൊയ്ത്താമേൻ സ്തോത്രം ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. And they were harvesting wheat in the field. അവർ ദൂരവേ നോക്കിയപ്പോൾ ഇതാ വരുന്നു ദൈവത്തിന്റെ പെട്ടകം വരുന്നു. And as they look up, they see the ark of the Lord coming towards them. അവരിൽ ഭയങ്കര ആർപ്പുവിളിയും സന്തോഷമുണ്ടായി. And they were jubilant and they were overjoyed. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ തേജസ് ദൈവാലയത്തിലേക്ക് മടങ്ങി വരേണ്ട ദിവസങ്ങളാണ്. And I pray that these would be the days where the glory of the Lord would return back to the temple of God. ആദികാലങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം ദൈവസഭയ്ക്ക് വ്യാപരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉത്സാഹമില്ലാത്തവരായി മാറും, നമ്മൾ ക്ഷീണിതരായി മാറും. And I pray that the works that were revealed in the first century would be made manifest yet again among us. If not, we will grow dull and grow in our struggles. അവർക്ക് വലിയ സന്തോഷമുണ്ടായി. So when they saw the ark, they were jubilant. Amen. അതേപോലെ ഒരു വാക്യമാണ് നമ്മൾ ലൂക്കോസ് സുവിശേഷം വായിക്കുന്നത്. അവിടെ എടുക്കേണ്ട കാര്യമില്ല. അവിടെ പറയുന്നത് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു. ആമേൻ. And we read a similar verse in Luke. When they saw the star, they were overjoyed. എന്താണ് ഈ പെട്ടകം, എന്താണ് ഈ നക്ഷത്രം? ദൈവജനത്തെ നടത്താൻ ദൈവം ഒരുക്കിയ ചില മാർഗങ്ങളാണ് ഈ പെട്ടകവും ദൈവിക നക്ഷത്രവും എന്ന് പറയുന്നത്. What does this ark show? What does the star show? It shows certain means that has been established by God to lead the people of God. ദുഃഖത്തിലും വേദനയിലും നഷ്ടത്തിലുമായിരിക്കുന്ന ദൈവസഭയോട് പറഞ്ഞു, ഈ നാളുകൾ ഒരാൾപ്പുള്ള ശബ്ദം, സന്തോഷത്തിന്റെ ശബ്ദം, ഉല്ലാസത്തിന്റെ ശബ്ദം ദൈവസഭയ്ക്ക് ഉയരേണ്ടത് വളരെ ആവശ്യമാണ്. സ്തോത്രം. You might be going through a season of struggle, a season of tears and pain, but let me tell you, that it be a season where God will return things back to you. Amen. And you would be overjoyed in the presence of God. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവാത്മാവ് സംസാരിച്ചത് ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ചാണ്. സ്തോത്രം. Last week we talked about and heard about the ark of the Lord that came to the people of God. നമ്മുടെ ജീവിതത്തിൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ തേടി വന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുവാനിടയായി തീരണം. While we were undeserving, thank God for the grace of God that came in search
each of us. എന്നാൽ ആ പെട്ടകത്തെ വായിക്കുന്ന അബിനാദാവിന്റെ വീട്ടിൽ ഈ പെട്ടകം 20 വർഷം അവിടെയാണ്. അബിനാദാവിന്റെ വീട്ടിൽ പെട്ട 20 വർഷം അവിടെയായിരുന്നു. And we read that the ark of the Lord rested at Abinadab's house for 20 years. അവൻ ഓബേദെദോമിന്റെ വീട്ടിൽ ഈ പെട്ടകം 3 മാസമായിരിക്കുകയാണ്. സ്തോത്രം. And the ark of the Lord then rested at Obed-Edom's house for 3 months. എന്നാൽ ദാവീദ് ഒരുക്കിയ സ്ഥലത്ത് ആ പെട്ടകം ദേവാലയത്തിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. And now the ark of the Lord is resting in the house of the Lord prepared by David. എന്നെ സന്തോഷിപ്പിച്ച ആ ദൂത് ഒരിക്കുന്ന പെട്ടകമല്ല, നമുക്ക് മുൻപായി പോകുന്ന ദൈവസാന്നിധ്യനായി ഇന്ന് രാവിലെ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ And one thing കഴിയും? that I was reminded of was the ark of the Lord just doesn't stay in one place but goes ahead of us. Amen. കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം എത്ര വലുതാണ്. തിരിക്കാൻ അനുവദിക്കാതെ സ്വർഗമഹിമകളെ വിട്ടിറങ്ങി വന്ന് നമുക്കായി മുൻപായി പോകുന്ന ദൈവത്തിന്റെ സാന്നിധ്യനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി Praise തീരണം. God for the grace of God that led us, and thank God for the one who left the heavenly glory in Amen. search for us. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരാം. വേഗത്തിൽ ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരാം. Let us bring our attention to Joshua chapter 3, 11-ാം വാക്യം. verse 11. Yes. Yes. Amen. ആ വാക്ക് ശ്രദ്ധിച്ചോ? Do you see that? ആ വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? സ്തോത്രം. Look at the phrasing over there. അബിനാദാവിന്റെ വീട്ടിൽ 20 വർഷം ഇരുന്ന പെട്ടകം. The ark that was at Abinadab's house for 20 years. ഓബേദെദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്ന പെട്ടകം. The ark that was at Obed-Edom's house for 3 months. ഈ പെട്ടകം ചലിക്കുന്ന പെട്ടകമാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? This ark moves. എത്ര വിശ്വസിക്കുന്നുണ്ട്? How many of us believe എനിക്ക് that? വേണ്ടി ചലിക്കുന്ന പെട്ടകമാണ്. സ്തോത്രം. This ark moves for me. എനിക്ക് വേണ്ടി മുൻപായി യാത്ര ചെയ്യുന്ന പെട്ടകമാണ്. സ്തോത്രം. This ark goes ahead of me. ജീവിതം പ്രശ്നങ്ങളിൽ വന്ന് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനമാണ്. And here we see a group of people that are facing certain problems of life. വാഗ്ദത്തം ലഭിച്ചവരാണെങ്കിലും They have received the promise, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. but they are not able to go further. എല്ലാം ഒരു അൺസർട്ടൻ സിറ്റുവേഷൻ ആണ്. And they are facing certain uncertainties of life. വാഗ്ദത്തത്തിന്റെ വാതിക്കൽ അവർ വന്ന് നിൽക്കുക. They are almost at the doorsteps of the promise. ഈ യോർദാൻ നദി ഒന്ന് കടന്നാൽ മതി, അടുത്ത വാഗ്ദത്ത ദേശത്തേക്ക് അവർ പ്രവേശിക്കുക. They just need to cross this river Jordan and they enter the promised land. കടക്കാൻ കഴിയുന്നില്ല. But they are unable to cross it. ആമേൻ. വാഗ്ദത്തം ദൂരെ കാണുന്നുണ്ട്. And they see the promise ahead of them, കടക്കാൻ കഴിയുന്നില്ല. but unable to cross over. ഒരു കാര്യം തീരുമാനിച്ചു. And here's what they decide. യോർദാൻ ഇക്കരെയുള്ള സ്ഥലം ശ്രദ്ധിക്കുക. ശിത്തീം എന്ന സ്ഥലമാണ്. And the land that was on the other side or along with them was the land of Shittim. അവിടെ ധാരാളം പുൽമേടുകളുണ്ട്. ആടുകളെ വളർത്താൻ പറ്റിയ ഒരു സ്ഥലമാണ്. And it had a lot of green pastures and a good place to rear sheep. വാഗ്ദത്തം അപ്പുറത്തുണ്ടെങ്കിലും അവിടെ കടക്കാൻ കഴിയാതെ വണ്ണം യോർദാൻ നദി അവർക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ മാനസികമായി അവർ ചിന്തിച്ച ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ അങ്ങ് സെറ്റിൽ ഡൗൺ ചെയ്യാം. So they see the promised land ahead, but they also see the very turbulent waters of Jordan, and they decide we'll just settle down over here. ഒരു കാര്യം പറ, ദൈവഹിതമല്ലാത്ത ഒരിടത്ത് സെറ്റിൽ ചെയ്യാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. But let me tell you, the Lord won't allow you to settle down in a place that He has not willed for ഈ you. രാവിലെ ഞാൻ ഒരു കാര്യം പറയാം, ദൈവസഭയോട് പറയട്ടെ, നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല അമേരിക്ക. ഏത് രാജ്യമാകട്ടെ നമുക്കൊരു നാടുണ്ട്. അതാണ് നമ്മുടെ വാഗ്ദത്ത ദേശം എന്ന് പറയുന്നത്. സ്തോത്രം. Let me remind you that this land doesn't belong to us. That is a promised land, and no land on earth would be able to settle us down. യോശുവ ഒരു കാര്യം ചെയ്തു, പ്രമാണികളെയൊക്കെ നിയമിച്ചു. So what does Joshua do? He assigns administrators. കൂടാരങ്ങളുടെ അടുക്കിലേക്ക് ചെന്ന് പാർക്കുന്നിടത്തേക്ക് പ്രമാണി പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടോണം, ഇവിടെ നിങ്ങൾക്കുള്ള സ്ഥലമല്ല. So these administrators went about the camp of Israel and reminded everyone that you cannot settle down over here. You need to prepare for the journey ahead. നിങ്ങൾ ദൈവത്തിന്റെ പെട്ടകം കാണുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കണം, ഈ സ്ഥലം വിടണം. And as you see the ark of the Lord, you need to travel, you need to start moving. 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 3:3 വേഗം വായിക്കാം. വേഗം വായിച്ചിട്ട്. കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. ആ വാക്കുകൾ ഓടിച്ചു വിടാനുള്ള വാക്യമല്ല, അതിനകത്തൊക്കെ ദൂതുണ്ട്. Joshua 3 verse 3 reminds us of what needs to be done. Yes.
നിങ്ങൾ എന്ത് ചെയ്യണം? What needs to be done? ആമേൻ. പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ, When you see the Levitical priests carrying the ark of the Lord, മക്കളെ, ചില വിടാതെ വേറെത്തോട്ട് നമുക്ക് മറ്റൊന്ന് പ്രാപിക്കാൻ പറ്റില്ല. സ്തോത്രം. if we don't reject certain things, we won't be able to receive certain things. നിങ്ങൾ ഈ സ്ഥലം വിടണം. You need to leave this place. നിങ്ങൾക്കൊരു പുറപ്പാട് വീണ്ടും ആവശ്യമാണ്. You need another exodus. നിങ്ങൾ അതിന്റെ പിന്നാലെ ചെല്ലണം. ഹല്ലേലൂയ. And you need to follow the ark. ഇന്ന് രാവിലെ നമ്മെ കൈവിടാത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Praise God for the love of God that doesn't abandon us. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ലോക ചിന്തകൾ, ലോകത്തിന്റെ സ്നേഹം വന്നിട്ട് നമ്മെ ഇവിടെ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും നമ്മെ തേടി വന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മഹത്തരമായ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. Often we are gripped by the love of this world and it compels us to settle down in this world. Yes. അവിടെ പറയുന്നു, ഈ പെട്ടകം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അതിന് പിന്നാലെ ചെല്ലണം. But it says when you see the ark of the Lord, you need to follow it. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, ഇതുവരെ നിങ്ങൾ പോകാത്ത വഴിയിലൂടെ നിങ്ങൾ പോകുവാൻ പോകുകയാണ്. സ്തോത്രം. And now you're going to travel in a way that you have never taken before. അഞ്ചാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും അഞ്ചാം വാക്യം ശ്രദ്ധിക്കുക. അഞ്ചാം വാക്യം, verse number 5. ആ വാക്യം ശ്രദ്ധിച്ചേ. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. Consider verse ആ 5. വാക്യം ശ്രദ്ധിച്ചേ. എല്ലാവരും ശ്രദ്ധിച്ചോ? Please pay attention over there. നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ആവശ്യമാണ്, അല്ലേ? Tomorrow I need a deliverance in my life. രാവിലെ എനിക്കൊരു വിടുതൽ ആവശ്യമാണെന്ന് ബോധ്യമുള്ളവരുടെ കാര്യം ഉയർത്തുക. ഞാൻ പറഞ്ഞോണ്ടല്ലേ, how many of you recognize that you need a deliverance in your life? അത്ഭുതങ്ങൾ നടക്കണം. Praise the Lord. I need certain deliverances in my life. തലമുറയുടെ വിഷയത്തിൽ അത്ഭുതങ്ങൾ നടക്കണം. Praise the Lord. I need a deliverance concerning my child. എല്ലാവരുടെയും ആഗ്രഹമാണ്. സ്തോത്രം. It is all of our prayers. ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രതി ആവശ്യമില്ലെങ്കിലും വളർന്നു വരുന്ന തലമുറയ്ക്ക് ചില വിടുതൽ ആവശ്യമാണ്. സ്തോത്രം. You might not recognize it, but the children that are growing, they need it. Amen. ഞങ്ങളെ പോലെയുള്ള ദേവദാസന്മാരുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകളും വേദനകളും കണ്ട് ഇവിടെ വരെ എത്തിയവരാണ്. എന്നാൽ ഞാൻ ഭാരപ്പെടുന്ന ഇവിടെ ഇരിക്കുന്ന തലമുറയെ കുറിച്ചാണ് ഞാൻ പറയട്ടെ. അവരുടെ ഇടയിൽ ചില അത്ഭുതങ്ങൾ നടക്കണം. As we pastors, we have seen a lot of struggles in our life and God has brought us through. But my pain this morning is that these young people that are sitting before us, they need to experience deliverance from the Lord. അത്ഭുതം നടക്കേണ്ട ആവശ്യമുണ്ട്. Tomorrow we need to see a deliverance. ഞങ്ങളുടെ വഴിമാറിയ സംഭവം ഉണ്ടെങ്കിലും കരകവിഞ്ഞൊഴുന്ന അനുഭവത്തിലൂടെ ജനം കടന്നു വരികയാണ്. We have a history of the sea parting, but now they are faced with a river that is overflowing. അവിടെ എഴുതിയിരിക്കുന്നതിന്റെ താഴെയുള്ള വാക്യത്തിൽ വായിക്കുമ്പം അവിടെ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. വാസ്തവത്തിൽ കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞെഴുന്ന അനുഭവം സാധാരണ ഉണ്ടാകാറില്ല, അല്ലേ? And as we are reading over there, it says that it's a season of harvest, and normally in a season of harvest, the rivers don't overflow. നമ്മുടെ നാട്ടിലൊക്കെ കൊയ്ത്തുകാലം വരുമ്പോൾ മഴയില്ലാത്ത സമയം നല്ല ചൂടുള്ള കാലത്താണ് കൊയ്ത്ത് നടക്കുന്നത്. സ്തോത്രം. If you have paid attention back in Kerala, if it is a season of harvest, the rivers don't usually overflow. ആമേൻ. കുട്ടനാടൻ പ്രദേശത്ത് വന്നിട്ടുള്ളവർക്കറിയാം, മഴ പെയ്താൽ കൊയ്ത്ത് തീർന്നു, ആ ഫലശേഖരം നടക്കുകയില്ല. And the ones who have visited the land of Kuttanad, they know that if it is harvest time and the river overflows, there won't be any harvest. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം അറിയാമോ? You know what happened there? കൊയ്ത്തിന്റെ സമയം വന്നിരിക്കുന്നു. It's a season of harvest. കരകവിഞ്ഞൊഴിയുന്ന ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ മുമ്പിൽ നേരിടുക. But there is a river that is overflowing. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൂതാണ്, നിന്റെ അനുഭവങ്ങൾ നീ ഏറ്റെടുക്കേണ്ട സമയം വരുമ്പോൾ ചില പ്രതികൂല ശക്തികൾ നിനക്ക് അതിന് ഒഴുക്കോടെ കടന്നു വരുന്നെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് മുൻപായി ഒരു പെട്ടകം നിനക്ക് മുൻപായി ചെല്ലും. നിനക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. And here's the message of the Lord that I want to convey to you, that it would be your season to receive from the Lord certain deliverances and answers that you have been praying for, but there would be powers that would come to overflow you and run against you. But by the ark of the Lord, you can overcome those challenges. Amen. കൊയ്ത്തിന്റെ സമയമാണിത്. It is a season of harvest. നീ ദീർഘനാൾ പ്രാർത്ഥിച്ചതിന് മറുപടി ലഭിക്കേണ്ട സമയമാണ്. It is a season where you need to stand strong and find deliverance through prayer. ശക്തികൾ നേരെ നിനക്കെതിരെ കടന്നു വരുമ്പോൾ, but there are certain oppositions against you. നാം വായിച്ചു കേട്ടല്ലോ, അവൻ ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ നമുക്ക് മുൻപായി കടന്നു പോകുന്നവനായ ദൈവമാണ്. സ്തോത്രം. But here it is that he goes ahead of us to set the path straight. ദൈവത്തിന്റെ പെട്ടകം മുൻപിൽ പോകുന്നിടത്തോളം കാലം, ഹല്ലേലൂയ, as long as the ark of the Lord goes ahead. ഇന്ന് രാവിലെ വിശ്വസിക്കണം, എൻ്റെ മുൻപിൽ എത്ര വലിയ യോർദാൻ എതിരെ വന്നാലും, ഹല്ലേലൂയ, can we believe this morning, no matter how big the Jordan feels, അതിന്റെ മേലൊഴുക്കിനെ നിർത്താൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ പെട്ടകം നിനക്ക് മുൻപായി പോകുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം.
There is a power in the ark of the Lord that is going before you Amen. to stop the overflow of the waters. എത്ര കരകവിഞ്ഞൊഴുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നാലും സ്തോത്രം. No matter the problems that are overflowing in your life, അതോർത്ത് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. do not be worried about it. എനിക്കൊരു വിശ്വാസമുണ്ട്, എന്റെ മുൻപിൽ പോകുന്ന ഒരുവൻ സർവ്വഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകമാണ്. I have this faith that the one who is going ahead of me is the Almighty Creator of the world. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുവാൻ കഴിവുള്ളവനായ ഒരു ദൈവം. He is the one who gathers the waters of the seas in the palm of his hands. കുന്നുകളെ ത്രാസിൽ തൂക്കുവാൻ അധികാരമുള്ളവനായ ദൈവം. He is the one who weighs the mountains in his hands. ആമേൻ. ഭൂമിയിലെ പൊടിയെ തന്റെ കൈക്കുമ്പിൾ ഒത്താമൻ എത്തിക്കുന്ന ഒരു ദൈവം, ആമേൻ, വഹിക്കുന്ന ഒരു ദൈവം. He is the one who carries the dust of the earth in the palm of ഈ his hands. പ്രപഞ്ചത്തെ മൊത്തമായി കൈകളിൽ വഹിക്കുന്ന ഒരു ദൈവം. ആമേൻ. And he carries the whole universe in the palm of his സർവ്വത്തെ hands. തന്റെ ഉള്ളങ്കരങ്ങൾ വഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. He can carry everything in the palm of his hands. He's the കലങ്ങുന്ന one. വിഷയത്തെ കണ്ട് ഭാരപ്പെടേണ്ട. പെട്ടകത്തിലേക്ക് മുൻപായി പോയത് വിശ്വസിക്കുന്നവർ സന്തോഷമുള്ള ദൈവത്തിന് Do സ്തോത്രം not be ചെയ്യും. troubled by what you see overflowing against you. Amen. Let the ark go ahead of you. ക്രൈസ്തവർ കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് അവിടെ ഞാൻ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നവൻ മാത്രമല്ല, അവൻ നിനക്കായി മുൻപായി പോകുന്ന പെട്ടകമാണ്. സ്തോത്രം. And the Holy Spirit was reminding me last week that He is not merely someone who comes down for Amen. you, but He is Amen. also someone who leads you. Amen. Amen. Praise the Lord. പക്ഷേ അവിടെ ഒരു കണ്ടീഷണൽ ആയിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആണ് ദൈവം നമുക്കവിടെ സംസാരിക്കുന്നത്. But the deliverance has a condition over there. നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. Consecrate ആ yourselves. വാക്ക് നമ്മളോട് തന്നെ പറയാമോ? ഞാൻ തന്നെയല്ല പ്രശ്നം, നിങ്ങൾ പറയണം. എന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ, Remind yourselves, I need to ഞാൻ എന്നെ consecrate തന്നെ myself. വിശുദ്ധീകരിച്ചാൽ. I need to consecrate myself. അപ്പോസ്തലനായ പൗലോസ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന, ഭീഷണി മുടക്കുന്ന ഒത്തിരി ആളുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട് അല്ലേ? And Apostle Peter reminds us there are many among you that would Yes. challenge the faith Yes. that you hold. ഒന്ന് ചിന്തിച്ച് നോക്കി. എൻ്റെ പ്രതീക്ഷയ്ക്കും എൻ്റെ പ്രത്യാശയ്ക്കും ഒത്തവണ്ണം മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഭീഷണി മുടക്കുന്ന ചില ശക്തികൾ എനിക്കെതിരെയുണ്ട്. സ്തോത്രം. We need to recognize that there are certain powers that would challenge the hope and faith that we hold dear. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളാണ്. നിങ്ങൾ എടുത്ത് വായിക്കണമെന്നില്ല, ഞാൻ ആ വാക്ക് പറഞ്ഞ അവസാനം മുന്നോട്ട് പോവുകയാണ്. സ്തോത്രം. And we see this in 1 Peter 3:14 and 15. അപ്പോൾ നിങ്ങളുടെ ഭീഷണി മുമ്പിൽ നിങ്ങൾ ഭയപ്പെടരുത്. And he says, do not be discouraged when they challenge നിങ്ങളുടെ you. പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്നവർ ന്യായം പറയാൻ നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല. And when they challenge your faith, you might not be able to answer them. അതിന് നടുവിൽ പത്രോസ് പറയുന്ന കാര്യം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ കർത്താവിനെ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ഹല്ലേലൂയ. But Peter says that sanctify the Lord in your ആ heart. വാക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടില്ലേ? നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടില്ലേ? നമ്മൾ Ask തന്നെ this ചോദിച്ചിട്ടില്ലേ? question. എനിക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. സ്തോത്രം. You would have said, I had a hope. എന്നാൽ പലപ്പോഴും പല ഭീഷണികൾ എന്റെ മുൻപിൽ വരുന്നു. But then I see a lot of challenges against it. വിശ്വാസത്തിൽ വന്നിട്ട് എന്ത് ഗുണമുണ്ടായെന്ന് ചോദിക്കുന്ന ചോദ്യകർത്താക്കളുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. And you are facing questions that challenge your faith on a daily basis. തലമുറക്കെതിരെ വിരൽ ചൂണ്ടുന്ന പല വിഷയങ്ങളുമായി ആമേൻ നിങ്ങളുടെ മുമ്പിൽ ആളുകൾ വരും. സ്തോത്രം. Circumstances and people that point fingers at your children. നിങ്ങളുടെ ഭൗമിക നന്മയ്ക്കെതിരെ വിരൽ ചൂണ്ടുന്ന ആൾക്കാർ നിങ്ങളുടെ മുൻപിൽ വരും. സ്തോത്രം. Circumstances that point fingers against your finances. ആരോഗ്യത്തിന് വിരുദ്ധമായി വിരൽ ചൂണ്ടുന്ന പ്രശ്നങ്ങൾ നേരെ വരുമ്പോൾ, Challenges that point finger against you. പത്രോസ് പറഞ്ഞു, കർത്താവായ യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ഹല്ലേലൂയ. This is what Peter says, sanctify the Lord God as God in your heart. Amen. Set apart Christ in your heart. Set apart Christ in your heart. Amen. Amen. വളരെ ഗൗരവമായ ഒരു വിഷയമാണത്. And it's a serious thing. Amen. ആരാധനയ്ക്ക് വരുന്നുണ്ട്, വിശ്വാസിയാണ്, കാര്യമൊക്കെ ശരിയാ. You come to worship, you're a believer, it's true. എന്നാൽ നൂറുകണക്കിന് ചോദ്യങ്ങളുമായി എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ലോകം എൻ്റെ മുൻപിലുണ്ട്. സ്തോത്രം. But there's a world that is against me, that is asking me a lot of questions. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി. But those who look to him were radiant, നിങ്ങൾ ബാക്കി പറഞ്ഞിട്ട് അവരുടെ മുഖം ലജ്ജിപ്പിക്കുവാൻ ദൈവം and their faces were not put to shame. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരുടെ കാലങ്ങളിൽ സ്തോത്രം, Brothers and sisters, let me remind you, in the days of our fathers, ഒരു സൗകര്യമില്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. where they didn't have the comfort that we enjoy. എൻ്റെ പിതാവ് വിശ്വാസം ഇറങ്ങിയപ്പോൾ
തൻ്റെ 8 സഹോദരന്മാരിൽ 7 പേരും ചോദിച്ചു, നിന്റെ മക്കളെ ആര് കല്യാണം കഴിപ്പിക്കും, ആര് കല്യാണം കഴിക്കും? When my father started his journey in faith, 7 out of 8 brothers asked him, who would give your children in marriage? Who would take? 100 വർഷത്തിന് മുമ്പ് ചോദ്യമാ. Many years ago, many decades ago, 100 years before ചോദ്യം കന്ദാരദാസൻ കോശിവൈദ്യ സാർ എൻ്റെ പിതാവിൻ്റെ ഫ്യൂണറൽ സർവീസിലുണ്ടായിരുന്നു. സ്തോത്രം. Pastor Koshi Vaidyan was attending my father's funeral. ഒറ്റയ്ക്കേകനായി വിശ്വാസമാർഗ്ഗത്തിൽ ഇറങ്ങിയപ്പോൾ 7 പേര് നിന്ന് ചോദിച്ചു, നിന്റെ മക്കളെ ആര് കല്യാണം കഴിക്കും? He started alone in this faith journey, and they asked him the question that who would take your children in marriage? ആ പ്രത്യാശയെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്ന വലിയ സമൂഹം റാന്നിയിലുണ്ടായിരുന്നു. സ്തോത്രം. And similar questions were raised in Rani. എന്നാൽ ഇന്ന് രാവിലെ ഒരു കാര്യം പറയട്ടെ, അവങ്കലേക്ക് നോക്കി പ്രകാശിതരായി അവർ ലജ്ജിച്ചു പോയതുമില്ല. But let me remind you, those who looked to him were radiant, and their faces were not put to shame. ഒരു കാര്യം ഞാൻ ധൈര്യത്തോടെ ചോദിച്ചവരെക്കാൾ ഏറ്റവും ഉപരിയായി മംഗളമായി എല്ലാവരുടെയും കാര്യം നടത്തിയ ദൈവത്തെയാണ് വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തെ കരമുയർത്തി ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദൈവമാണ്. Let me remind you that the one we worship is the one who has taken care of all my needs and all of your needs, and he has led us far beyond our imaginations, and he will continue to lead us. മാന്യമായി വിവാഹം നടക്കത്തില്ലെന്നും കുഞ്ഞുങ്ങളുടെ ഭാവി നന്നാകത്തില്ലെന്നൊക്കെ ലോകം വിധി പറയുമ്പോൾ ഇന്ന് രാവിലെ ധൈര്യത്തോടെ പറയാം, വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്ത ദൈവമാണ്. The world might contend and argue that your children will not be pastors, they will not be taken in marriage, but let me tell you, our God can lead us. തലമുറകളെ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് പറയുമോ, എന്റെ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്തവനാണ്. See your children in faith and give them to the Lord and say, the Lord who has called me is faithful. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of us believe that the scepter of the wicked will not lie on the possession of the righteous? ശരിയാ, കലങ്ങുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. Oh yes, turbulences would hit us. ഇളകി മറിയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. There would be struggles in our life. എന്നാൽ മുൻപിൽ പോകുന്ന വ്യക്തി സാധാരണ വ്യക്തിയല്ല. But let me tell you, the one who is going ahead of you is not a commoner. അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ഉന്നതനായ ഉയർന്നിരിക്കുന്ന ശാശ്വതവാസിയായ ഒരുവൻ നമുക്ക് മുൻപായി പോകുന്നെങ്കിൽ He is someone more greater, more faithful, more stronger than the president of America. വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് നീ എടുത്തു വെക്കുമ്പോൾ ആ വെള്ളം നിൽക്കുക തന്നെ ചെയ്യും. And when you take a step in faith, you will see the waters receding. Amen. Praise the Lord. നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിപ്പീൻ. Therefore set yourselves apart, consecrate yourselves. സങ്കടത്തോടെ പറയട്ടെ, അതിനാണ് നമ്മൾ സമയം കണ്ടെത്താത്തത്. And let me tell you with sorrow that we are not able to find time for this. സങ്കടമാ നാളെ അത്ഭുതം നടക്കാൻ എനിക്ക് താല്പര്യം, ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നവരെ വിശുദ്ധീകരിക്കുവാൻ സമയമെടുക്കത്തില്ല. It is sad that we desire deliverance tomorrow but are unable to consecrate ourselves today. രാവിലെ സമയത്ത് ഹൃദയങ്ങളിൽ ഒരു ശുദ്ധീകരണം നമുക്ക് ഏറ്റെടുക്കാം. But let us find holiness in our hearts this morning. I conclude my words here. അത്ഭുതം നടക്കണമെങ്കിൽ പ്രധാനമായി 4 കാര്യങ്ങളിലൂടെ പെട്ടെന്ന് ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. If you want to see the deliverance of God, 4 quick things that I want to point to. മൂന്നാമത്തെ വാക്യമാണ് വായിച്ചത്. ആ വാക്യം വായിക്കുന്നു, ഫോളോ ഗോഡ്സ് പ്രസൻസ്. ദൈവ സാന്നിധ്യം നിങ്ങൾ ഫോളോ ചെയ്യണം. First thing is follow the presence of God. വായിക്കുന്നല്ലോ, സ്തോത്രം, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ട ദൈവം അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അതിന്റെ പിന്നാലെ ചെല്ലണം. And it says in verse 3 that when you see the ark and the Levitical priests carrying it, move out of your possessions and follow them. നിങ്ങൾ അതിന്റെ പിന്നാലെ ചെല്ലണം. You need to follow it. Do not take any detour. മറ്റൊരു വഴി നിങ്ങൾ കണ്ടെത്തരുത്. പെട്ടകത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകണം. Do not turn aside but keep following the ark. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഏത് പ്രതികൂല സാഹചര്യങ്ങളും even in the front situation, trust the Lord, trust in him. ദൈവത്തിൽ വിശ്വസിക്കാൻ നിങ്ങളുടെ ആയി തീരണം. In all circumstances trust the Lord. ആമേൻ. പ്രതികൂലങ്ങൾ മുൻപിലുണ്ടെങ്കിലും ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുവാനിടയാകരുത്. You might be faced with challenges, continue to trust in the Lord. ആമേൻ. മൂന്നാം അധ്യായത്തിന്റെ 17 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 3:17 വായിച്ചാട്ടെ. Yes. ആ വാക്യം ശ്രദ്ധിച്ചേ. 3 verse 17. വാക്യം ശ്രദ്ധിച്ചേ. എവിടാ? യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത്. They were in the middle of Jordan, stood on dry ground. Stand firm. Stand firm. Even in the midst of the struggle. Even in the midst of struggles. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താ? What does God want? പിന്തിരിയാൻ ദൈവമക്കൾക്ക് അവകാശമില്ല. He has not called us to turn back. പിന്നോട്ട് പോകാൻ അനുവാദമില്ല. We have no permit to turn back. So you should stand firm in the midst of the struggle.
Stand firm in the midst of ആമേൻ. challenges. ഉണങ്ങിയ നിലത്ത് നിങ്ങളെ നിർത്തുമാറാക്കുന്ന ദൈവമുണ്ട്. The സ്തോത്രം. one who enables us to stand on dry പക്ഷേ അവിടെ ഒരു ground. കാര്യം വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ചില ദൈവദാസന്മാര് പെട്ടകമായി മുൻപിലോട്ട് പോവുക. Here we see the people of God, the men of God carrying the ark of the Lord. നമ്മൾ ഇന്ന് കഴിഞ്ഞ പോൽക്കാലം കഴിഞ്ഞ ഞായറാഴ്ച കേട്ടല്ലോ, ഈ പെട്ടകം വാസ്തവത്തിൽ എവിടെ അവതരിക്കുന്നത്? And where should one carry the ark ആമേൻ. at? പശുക്കളെ കെട്ടിയിരിക്കുന്ന ഒരു വണ്ടിയിലാണ് ഇതിരിക്കുന്നത്. It is on a carriage driven by milking cows. ആമേൻ. കാളയെ കെട്ടിയിരിക്കുന്ന ഒരു ഭാഗത്ത് വേറെ ഭാഗത്ത് പറഞ്ഞു കാള വരേണ്ടത് വായിക്കുന്നു. വേറൊരു പെട്ടിയിലാണ്, ആമേൻ, വേറൊരു വണ്ടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. And some other portion we read that they were driven by oxen. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ ഉത്തരവാദിത്തം ഒന്ന് മാറിയിരിക്കാൻ ദൈവം നിങ്ങളെ അനുവദിക്കുന്നില്ല. ആമേൻ. Let me remind you, God doesn't allow us to move away from our ഈ പെട്ടകം responsibilities. എവിടെയായിരിക്കേണ്ടത് ദൈവദാസന്മാർ? ഈ പെട്ടകം എവിടെയായിരിക്കേണ്ടത്? Where should the ark of the Lord ഈ പെട്ടകം be? എവിടെ ഇരിക്കണം? ഈ പെട്ടകം എവിടെ ഇരിക്കണം? Where should the ark of the Lord ആമേൻ. be? വീട്ടിൽ വെച്ചിട്ട് വരാനുള്ള ഈ പെട്ടകമായി നിങ്ങൾ ദേവാലയത്തിൽ ദൈവ സാന്നിധ്യമായി ഇറങ്ങി വരുവാൻ ഇടയായി തീരണം. Do ഹല്ലേലൂയ. not leave it at your house, but come carrying the ark of the Lord. ഞാൻ വിശ്വസിക്കുന്നു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ സ്തോത്രം എത്ര വലിയ വൻശക്തികളാണെങ്കിലും വഴിമാറും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. If you're someone who is carrying the ark of the Lord, carrying the presence of God, no matter how great the powers against you, it will move away from കഴിഞ്ഞ you. ആഴ്ച കേട്ടല്ലോ, ഫെലിസ്തീൻ പറഞ്ഞു യഹോവയുടെ മുമ്പാകെ ആർക്ക് നിൽക്കാൻ കഴിയും? Last Sunday we heard the word said by Philistines, who can stand against the Almighty അവർക്ക് God? മനസ്സിലായി ഈ ദൈവം സാധാരണ ദൈവമല്ല, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. They understood that this is not a common God, He is an Almighty ശ്രദ്ധിക്കുക, God. ജനത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു ഈ ദൈവത്തിന് മുമ്പാകെ ആർക്ക് നിൽക്കുവാൻ കഴിയും? ഹല്ലേലൂയ. What the people of God did not understand, the enemy understood that no one can stand before the God of Israel. ആമേൻ. നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ ആമേൻ ദൈവത്തെ അറിയാവുന്ന ആരാധനയെ പിശാചിനറിയാം. അവൻ ദൈവത്തിന് വിറയ്ക്കുന്നതാ വായിക്കുന്നത്. സ്തോത്രം. More than us, the devil knows what the power of God is because he trembles before the Lord. ആമേൻ. പിശാച് പോലും എന്ത് ചെയ്യുന്നു? ദൈവത്തിന് മുമ്പാകെ വിറയ്ക്കുന്നു. Even the devil trembles before the Lord. ഇന്ന് രാവിലെ ദൈവത്തിൽ വരുമ്പോൾ വളരെ ഭയത്തോടെ വിറയലോടെ ദൈവത്തെ സ്നേഹിപ്പനിടയായി തീർന്നാൽ And therefore, when we come to the presence of God, let us come with fear and trembling. ആ പെട്ടകം അവരുടെ തോളിൽ നിൽക്കുകയാണ്. സ്തോത്രം. They carry the ark of the Lord on their shoulders. ഇന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. Let me remind you one more thing before I When you conclude. take the ark in your shoulder, നിങ്ങൾ നിങ്ങളുടെ ചുമലിൽ പെട്ടകം ചുമക്കുമ്പോൾ as long as the ark is in your shoulder, ആ പെട്ടകം നിങ്ങളുടെ മേൽ വസിക്കുന്നത് വരെ the river cannot stop you. ആ നദിക്ക് നിങ്ങളെ തടയാൻ The river സാധിക്കില്ല. cannot stop you. ആ നദിക്ക് നിങ്ങളെ തടയാൻ സാധിക്കില്ല. ആദ്യത്തെ സ്റ്റെപ്പ് അവർ പെട്ടകവുമായി ആ നദിയിലേക്ക് ചവിട്ടി കഴിഞ്ഞപ്പോൾ When they take the first steps to the river, നിങ്ങൾ വായിക്കുന്നല്ലോ, ആ മേലൊഴുക്ക് നിന്നു. ആമേൻ. you see the overflow coming to a ഇന്ന് halt. രാവിലെ ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകാം. I'm going to pray for you. എത്ര മേലൊഴുക്ക് നിങ്ങളെ നശിപ്പിക്കാൻ ഒഴുകി വന്നാലും സ്തോത്രം. Doesn't matter how powerfully the overflow would run against you. ഡോക്ടർമാര് പറയുന്ന വിധിയെഴുത്തുകൾ എത്ര ഭയങ്കരമാണെങ്കിലും സ്തോത്രം. No matter how harsh the report of ഇന്ന് the രാവിലെ doctors ദൈവസഭ are, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചില മേലൊഴുക്കൽ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. we are going to pray together that the power of God would descend, enable to stop the overflow of the river. കരകവിയുന്ന ഒഴിയുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്തോത്രം. If you have circumstances that seems to be ഒരു overflowing, ഉണങ്ങിയ നിലം ഞാൻ ആഗ്രഹിക്കുന്നു. Lord, I want steady and dry ground. അപ്പുറത്ത് അല്പം ദൂരെ അല്പം കൂടെ കഴിഞ്ഞാൽ വാഗ്ദത്ത ഭൂമിയാണ്. സ്തോത്രം. And a little further up, you see the promised അത് land. പ്രാപിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ആമേൻ. And it is time to receive it. എത്ര പേര് അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും? How ആമേൻ. many of us can commit to it? കർത്താവേ, എന്നെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന്. Lord, I give myself, sanctify me, Lord. അങ്ങനെയുള്ളവരെന്ന് എഴുന്നേൽക്കാമോ? If അങ്ങനെയുള്ളവർ you are with such a heart, such a prayer, would you please നാളെ arise? എന്റെ ജീവിതത്തിൽ അത്ഭുതം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. Lord, I want to see a deliverance in my life. ഒന്ന് വിശ്വാസത്തോടൊപ്പം നാളെ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. Praise I the want to Lord. see a deliverance tomorrow, Lord. ഏത് വിഷയമാകട്ടെ, No matter the എത്ര problems, ഭയങ്കര വിഷയമാകട്ടെ, no matter how hard the problems are, ഒഴുകിയെത്തുന്ന എത്ര ഭയങ്കര വിഷയമാകട്ടെ, no matter how powerfully it ഒരു was കാര്യം ഞാൻ overflowing against വിശ്വാസത്തോടെ നിന്റെ you, കൊയ്ത്തിനെ നശിപ്പിക്കാൻ ഒഴുകി വരുന്ന ഏത് വലിയ ശക്തിയാണെങ്കിലും സ്തോത്രം. no matter how powerful the enemy is that would come against the harvest, നിന്റെ ഹാർവസ്റ്റിനെതിരെ നിൽക്കുന്ന എത്ര വലിയ ഒഴുകുന്ന ശക്തിയാണെങ്കിലും no matter how powerful the overflow of the enemy might വിശ്വാസത്താൽ കാണാൻ appear, കഴിയുമോ? അതിന് മേലൊഴുക്ക് നിൽക്കുന്നു. യെസ്. can you see it by faith that God is terminating the overflow? കാണും. ഹല്ലേലൂയ. How many of you can see it by faith? അതിന് മേലൊഴുക്ക് നിൽക്കുന്നു. ഹല്ലേലൂയ. The overflow is terminated. എവിടെ നിന്നാണ് പ്രശ്നം ഒഴുകി വരുന്നത്? ആ പ്രശ്നത്തെ നിർത്താൻ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. Wherever the opposition is originated, He would stop it over ആ there. രോഗത്തിന്റെ സോഴ്സ് എവിടെയാണെങ്കിലും ആ സോഴ്സിനെ
We are unable to see the deliverance, ഉയരാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ. unable to see the ജീവിതത്തിൽ prosperity, സന്തോഷമില്ലാതെ വണ്ണം ഹല്ലേലൂയ. unable to see joy. അവൻ വേദനയോടെ ജീവിതത്തിന്റെ കാലങ്ങളെ കഴിക്കുന്നുവെങ്കിൽ സ്തോത്രം. If you are traveling this way, ഇന്ന് രാവിലെ വിശ്വസിക്കാൻ സർവ്വഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം എനിക്ക് മുൻപായി യോർദാനിലേക്ക് കടക്കുന്നു. the ark of the Almighty God is going ahead of me. Amen. Amen. Praise the Lord. അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. എല്ലാവരും Can we pray together? സർവ്വഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ഹല്ലേലൂയ. The creator of the ends of the earth, the Almighty എനിക്ക് God, മുൻപായി ഹല്ലേലൂയ. He is going ahead of me, എന്റെ തലമുറയ്ക്ക് മുൻപായി ഹല്ലേലൂയ. going ahead of my children, പ്രശ്നങ്ങൾക്ക് മുൻപായി ഹല്ലേലൂയ. going ahead of my ഈ problems. രാവിലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. There's someone who is powerful enough to work for me. ആമേൻ. അറുക്കുവാനും കൊല്ലുവാനും ഇല്ലാതാക്കാനും ശത്രു വരുമ്പോൾ ഹല്ലേലൂയ. When the enemy comes to steal, kill, and destroy, ഞാൻ നിനക്ക് മുൻപായി പോകുന്നത്, ഞാൻ നിനക്ക് മുൻപായി പോകുന്ന ദൈവമാ. ഹല്ലേലൂയ. Jesus says, I'm going ahead of you. ഞാൻ നിങ്ങൾക്ക് മുൻപായി പോകുന്നു. സ്തോത്രം. I'm going ahead of you, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആരെ കൊണ്ട് സാധ്യമല്ല. സ്തോത്രം. and no one can snatch you out of my hand. ഹല്ലേലൂയ. അല്പസമയം നാം ദൈവത്തെ ആരാധിപ്പാൻ പോവുകയാണ്. We're going to worship the Lord together. ദൈവസാന്നിധ്യം മുൻപായി പോകട്ടെ. ഹല്ലേലൂയ. Let the presence of God go ahead of us. ദൈവസാന്നിധ്യം മുൻപായി പോകട്ടെ. ആമേൻ. Let the presence of God go ahead. നമ്മുടെ കുടുംബങ്ങളുടെ ദൈവസാന്നിധ്യം മുൻപായി പോകട്ടെ. Let the presence of God go ahead of our families. ചിലരെ നിർത്താൻ ചെയ്യാൻ കഴിയുന്ന ദൈവശക്തി വ്യാപരിക്കട്ടെ. The power of God that is powerful enough to stop the flow of the enemy. വിശ്വാസത്തോടെ അല്പസമയം ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുന്നു. In faith, can we stand in the presence of God? I see a miracle of the Lord. I would see the deliverance of the Lord. ഞാൻ ദൈവത്തിന്റെ അത്ഭുതം കാണും. I believe in the Lord. He is a miracle worker. He is an almighty God. He is the God of all earth. Hallelujah. ചേർന്നപാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാമല്ലോ. Thank you, Jesus. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നിറം മാറിയിടുമേ. ആമേൻ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഈഗത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഈഗത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശക